I am not okay. I am not okay. അയ്യോ സാറേ സാറേ എന്തുവാണ് സാറേ? അടുത്ത വള്ളി കസ്റ്റഡി മരണം. സാർ ഒന്നും ആയില്ല സാർ. കിട്ടും സാർ, കിട്ടിക്കൊണ്ടിരിക്കുന്നു സാർ, കിട്ടും. സാർ ഞാൻ ബസ്സിൽ പമ്പ് ചെയ്യായിരുന്നു പുള്ളപ്പ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എടോ ഒന്ന് ഇങ്ങോട്ട് വാടോ. എവിടെ പോയി കിടക്കുവാടോ പേടിത്തൊണ്ട? തുറക്ക്. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഇറക്കി വിട്. ഇങ്ങോട്ട് വാടാ. എടാ മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുന്ന സമയം അതിൻ്റെ ഇടയ്ക്കൂടെ നിന്റെ തൂങ്ങൽ പരിപാടി. നീ സെല്ലിൽ കയറുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞായിരുന്നല്ലോ, പൂള് വന്നോ കൊല്ലു വന്നോ. പൂളടാ, എടാ പൂളടാ. സാറേ ഞാൻ വേലയുടെ പുറത്ത് പറഞ്ഞ സാറേ, സാറേ ഞാൻ ഈ കൊച്ചാള് മറ്റേ പോലീസുകാരെ പേടിയാ സാറേ. ഇവിടെ മാറിയിരിക്കേ. മൂത്രം പോകുന്ന കണ്ടില്ലയോ? അത് പാത്തി വിട്ട് ബാത്റൂമിലോട്ട് വിട്. പേടിച്ച് തൂറി. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാട്ടെ. എത്ര നേരം കൊണ്ടാ പെങ്കൊച്ചിനെ തപ്പി നടക്കുക. മനുഷ്യന്റെ തലയങ്ങ് പെരുക്കുക. വണ്ടി തിരിക്കണോ? അങ്ങോട്ട് ഒതുക്കെ. വണ്ടി തിരിക്ക്, തിരിക്ക്, തിരിക്ക്. വണ്ടി തിരിക്കണോ? തിരിക്ക്, തിരിക്ക്. അങ്ങോട്ട് നോക്ക്. നിങ്ങൾ അവിടുന്ന് വണ്ടി വരുന്നോ നോക്ക്. തിരിക്കണോ, 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 തിരിക്കണോ. തിരിക്ക്, 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 തിരിക്ക്. ആ പോ, 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 പോ. അങ്ങോട്ട്. അവളെ തന്നെ ആണോ കണ്ടത്? അവളെ അല്ലയോ കണ്ടത്? അയ്യോ സാറേ, ഞാനും കണ്ടത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയുടെ കാര്യം പറയത്തില്ലായിരുന്നു. അതാ. വണ്ടി ഒതുക്കണോ? വണ്ടി സൈഡിലോട്ട് ഒതുക്കണോ? വണ്ടി സൈഡിലോട്ട് ഒതുക്കും. തന്റെ ഏത് ഡ്രീം വണ്ടിയാണ്? ഇങ്ങനെയാണെങ്കിൽ കാർ എടുക്കും താന്. ഇപ്പൊ ഈ കാർ അങ്ങോട്ട് എടുക്ക്. സാറിന്റെ ഡ്രീം വണ്ടി അതാണോ? എടോ നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഡ്രീം കേൾ തോന്നിക്കും നമ്മള്. ഇവളോ? ഇവളെ എനിക്കറിയാം. ഇവളെ എങ്ങനെ അറിയാം? ഇവളല്ല, അവന്റെ പെങ്ങളാ. ആരുടെ? അവന്റെ പേരെന്തെങ്കിലും ആവട്ടെ. അവളെന്തിടും? പോയി 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 എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവള് വേണ്ട സൂപ്പർ മാർക്കറ്റ് വല്ലതും കാണൊന്നും ഇറങ്ങൊന്നും എല്ലാം കൂടെ.
എന്തുവാ? രാഷ്ട്രം സാറേ, ഓ ചുമ്മാ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. ഓ, ഇതിനകത്താണോ ഷോപ്പ് ചെയ്യുന്നേ? അത് പിന്നെ അവിടുത്തെ ബക്കറ്റ് എല്ലാം തീർന്നു പോയി. അപ്പൊ അതുകൊണ്ട് കയ്യിലിക്കാതാക്കി കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ആ, കയ്യിൽ ഷോപ്പിംഗ് അല്ലേ? ബാ പോവാ നമുക്ക്. എങ്ങോട്ട്? ആ, ഇങ്ങോട്ടൊന്ന് സ്റ്റേഷനിലോട്ട് പോകുന്നു. സമയം കുറേ ബാന്ന് പെട്ടെന്ന്. എന്തിനാ? നമ്മൾ കണ്ടായിരുന്നു. വിളക്കെത്തിക്കുക അമ്പലത്തില്. പെട്ടെന്നോ. തോക്ക് കിട്ടിയോ? ഇതൊക്കെ പറയടോ. തോക്ക് കിട്ടിയായിരുന്നു? ഇല്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഇപ്പൊ സമയം തോയി. എടോ, കൊണ്ടുപോയവളെ കിട്ടി. അവൾ ഈ ഏരിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അവളെ തപ്പി ഇറങ്ങിയതാ. ഇവിടോ? നമ്മുടെ സ്റ്റേഷൻ വരുത്തില്ലോ? ആഹാ, ഇന്ന് ഞാൻ അവളെ പൊക്കും. ഇവിടുന്ന് ഞാൻ പൊക്കും. നിന്റെ ഓവറാക്ഷൻ അങ്ങ് നടത്ത് കേട്ടോ. ഇനി വാ. അല്ല സാർ, നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമില്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒന്ന് അന്വേഷിക്കും, ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് അന്വേഷിക്കാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. തൊണ്ടി സഹിതം പൊക്കിയേക്കുന്നേ. വാ, പെതുക്കെ നടന്നെങ്കിയോ. വാ. പോലീസുകാരുടെ അടുത്ത് ഒരുപാട് കമ്പനി ആയിരുന്നു പറഞ്ഞു, ജീവിക്കാനും സമ്മതിക്കത്തില്ല. വാ വാ. അപ്പൊ നിനക്ക് വിളിച്ച അനുസരണയുള്ള കുട്ടിയായിട്ടെങ്കിൽ വരാൻ അറിയാം. അറിയാം സാർ. നിങ്ങളപ്പാ. ആ എടാ, നിനക്കല്ല അവനെ പറ്റി വല്ല വിവരമുണ്ടോ? ആര്? അവൻ്റെ പേരും മറന്നുപോയി. എടാ, കുറച്ചാൾ മുമ്പ് എറണാകുളത്ത് ഒരു SI അടിച്ച് പൊട്ടക്കാൻ്റെ ഇട്ട് വെച്ചോണ്ടല്ലോ. ഓ, ആട് തോമ. ആ സോറി സാർ, തോമസ് ചാക്കോ. ഇവനെ ഞാൻ ചുമ്മാ സാർ, ഞാൻ വെറുതെ ഫണ്ണടിച്ചു. എനിക്ക് ആളെ മനസ്സിലായി. നിങ്ങൾ കാര്യം പറ, എന്താ പറ്റി? എടാ ചോട്ടെ, അവന്റെ പെങ്ങളാ തോക്കെടുത്തേക്കുന്നത്. അവളെ ഒന്ന് പൊക്കണം. അവനതിന് പെങ്ങളുണ്ടോ? ഉണ്ട്. പെങ്ങളാരും ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവനെ എനിക്കറിയാം. അവനിപ്പോ എവിടെ ഉണ്ട്? അവനിപ്പോ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയാൻ എനിക്കൊരു പിടിയില്ല, പക്ഷെ അറിയാവുന്ന ഒരാളുണ്ട്. ആരാ? നിങ്ങൾക്ക് അറിയാവുന്ന ആളാ. ആളെ പറടാ സാറേ. നമ്മുടെ സ്റ്റേഷനിൽ ഒന്നും കുടിച്ചിട്ട് വരത്തില്ല ഒരുത്തൻ. സാറേ, നമ്മുടെ കുടിയും കാണാൻ. ആ, പുള്ളി തന്നെ. പുള്ളിക്കറിയാം, പുള്ളിയുടെ ബന്ധുവാ. നിന്റെ ഫാമിലി മൊത്തം ഇതാണോ? സുമേഷേ, ഒക്കടാ അവനെ. നിങ്ങൾ ധൈര്യം ഇട്ടോ സാറേ, അവനിപ്പോ ബിവറേജിന്റെ ഫ്രണ്ടിൽ കാണും. അവനെ അല്ലേ? പിന്നെ നിന്നെ ചതിച്ചത് എൻ്റെ 56 കൊല്ലം പൂവേടാ പൊന്നെ. ചതിച്ചത് എന്നെ ചെപ്പോട്ടി കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. നമുക്ക് പോയാ മാസം ചെലവിന് അയച്ചോടെ കർത്താവേ. നിങ്ങളെന്നാ ഇവിടെ പോലീസ് സ്റ്റേഷന് പിന്നോട്ട് പറ്റിയോ? ഓ, എൻ്റെ പൊന്ന് സാറേ, ആ തോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിപ്പോൾ എൻ്റെ ഇല്ല. ഇന്നലെ നിങ്ങൾ വന്ന് ചോദിച്ചിട്ട് പോയതിന് ശേഷം ആ ചെറുക്കനാണെങ്കിൽ അവൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ചെവുക്കല്ലുകളൊക്കെ ഒരു അടിയും തന്ന് ആ തോക്കും മേടിച്ചുകൊണ്ട് പോയി. തോക്ക് ഞാൻ ചോദിച്ചപ്പോഴേ കൊടുത്ത്, പക്ഷേ എന്നെ അടിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് പരാതിയുണ്ട്. തോക്ക് എവിടാന്നൊക്കെയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു. പിന്നെ എന്താ ഉണ്ടാക്കാൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്? അത് യൂണിഫോം ഇട്ട് അതിനുള്ള പണിയായി പോയി. അവൻ്റെ അടുത്താണ് പോയി ചോദിക്കണു. തോക്ക് ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുക. തോക്കെടുത്താളും നീയും തമ്മിലുള്ള ബന്ധം എന്തോന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. തോക്കെടുത്തതൊരു പെണ്ണ. ഷോ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? ഭയങ്കര കേട്ടോ. എടാ എടാ എടാ, ആ പെണ്ണ് നീയും തമ്മിൽ ബന്ധം ഉണ്ടെന്ന് ലവൻ പറഞ്ഞല്ലോടാ. എടാ, കാര്യം ഞാനൊരു കള്ളുകൂടിയാണ്. കള്ളു കുടിച്ച് പെടുത്ത് എവിടെയൊക്കെ കിടക്കും. പക്ഷെ പെണ്ണ് വശത്ത് ഞാൻ പെണ്ണോട്ടാ. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഇപ്പോഴും കൊടുക്കണ്ടേ? അറിയാവൂടാ. ഇവിടെ താൻ എന്ത് തേങ്ങ പറയുന്നേ? നീ അല്ലേ പറഞ്ഞേ? ഈടോ, ഏത് പെണ്ണ് ചാരിയോ? തൻ്റെ ബന്ധു ഒരു പെണ്ണുണ്ടല്ലോ. എടോ, തൻ്റെ എന്തുവാ അയാളുടെ പേര്? എടോ, ജോസഫച്ചായൻ്റെ മോള്. ഓ, ആ അതിൻ്റെ മോൻ്റെ. അപ്പൊ തനിക്ക് അറിയാല്ലേ? അവനെൻ്റെ ചേട്ടനാ. സാറിനറിയാമോ, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ മോനോട് നടിച്ചിറക്കി. അന്ന് മുതൽ തുടങ്ങിയ കുടിയാണ് ഞാൻ. അന്ന് എനിക്ക് ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിൻ്റെ മോനും കുടുംബവും മുടിഞ്ഞ പണ്ട് ആരടങ്ങി പോണേ. പഴിച്ചുപോയി. അവൻ്റെ മോളാണോ തോക്കെടുത്തേ? അവൾ എവിടെയാണ് ഇപ്പം? എൻ്റെ പൊന്ന് സാറേ, എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ പെണ്ണുമ്പിള്ള മക്കൾ എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമോ? അവരെ ഞാൻ ആദ്യം കണ്ടുപിടിച്ചതന്നെ. നിങ്ങൾ പോയി വേറെ എല്ലായിടത്തും പോയി ചോദിച്ചു സാറേ. ഇനിയിപ്പോ എന്തോ ചെയ്യും? സാറേ, സാറ് വിഷമിക്കണ്ട, വേറെ ആളോടുണ്ട്. ആരാടോ? ശുക്കൂർ. ആ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്തോ? അങ്ങനെയാണെങ്കിൽ സമയം കളയാതെ പോയി അവനെ കണ്ടുപിടി. എടോ, ഏത് ശുക്കൂറാ? സാറേ, വടിവാള ശുക്കൂർ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അവൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസുകാർക്ക് കേസ് കളിക്കേണ്ട. എൻ്റെ സാറ് അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും.
ഈ പറഞ്ഞ ശുക്കൂറും അവന്മാരും ഒക്കെ പണ്ട് ബടാ ദോസ്തുകളായിരുന്നു. വേണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലയോ? ഓ എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് ഭയങ്കര വഴുത്തിരിവായിരിക്കുമെന്ന് അയാൾ ചെന്ന് കഴിഞ്ഞാൽ. ഡോ എന്ത് ഞാൻ ആൻസർ അറിയോ? എന്തോ സാർ വീട് സാറേ എന്തൊരു ഉപകാരം ചെയ്തതിന് പ്രശ്നമാണോ? അതല്ലടാ. എന്തോ അല്ലെന്നാ ഒരു കള്ളം പോലീസുകാർ സഹായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. നല്ല സങ്കടമുണ്ട്. എടാ ഞാൻ ഒരു കാര്യം പറയാം. എന്ത്? നീ പുറത്തായിട്ടും പറയരുത്. സാറിന് ശുക്കൂറിനെ പേടിയാ. അയ്യേ എന്തിന്? എടാ അവൻ പണ്ട് ഗുണ്ടാപ്പണിയും കൊലയായിട്ടൊക്കെ തന്നല്ലയോ, അങ്ങനല്ലേ വടിവാൾ ശുക്കൂറിന് പേര് വരെ വന്നത്. എൻ്റെ സാറേ ശുക്കൂറ പരിപാടി എടുത്തിട്ട് വർഷം 2 എടാ അത് മാത്രമല്ല, ഈ ശുക്കൂർ സാറിൻ്റെ അച്ഛനോട്ട് പണ്ടൊന്ന് ഉരസിയതാണ്. അതിൻ്റെ പേടി സാറിന് ഇപ്പോഴും കിടപ്പുണ്ട്. എൻ്റെ പൊന്ന് സാറേ, അതിൻ്റെ പേര് അവനെ സാറെന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചടക്കും അവൻ. ശുക്കൂറിന് സാറിനെ ഭയങ്കര പേടിയാണ്. ഉള്ളതെന്ന് നീ പറയുന്നത്? എൻ്റെ പൊന്ന് വേറെ ഉള്ള കാര്യമാണ്. ഞങ്ങളൊന്ന് കൂടുന്ന സമയത്ത് ശുക്കൂർ പറഞ്ഞ കാര്യം എന്നോട്. അത് മാത്രമല്ല, ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും പിള്ളേരും പ്രാരാബ്ദമൊക്കെ ആയിട്ട് ജീവിക്കുക മാന്യമായിട്ട്. അതുമല്ല എന്തൊക്കെ മാറാ രോഗങ്ങളുണ്ട് പാവത്തിന്. കഷ്ടോ സാറേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടേ. അവന്റെ ഒരു മസിലും. എന്താടാ നിനക്കെന്താ പോലീസുകാരെ പേടിയില്ലേ? നീ പേടിയാ സാറേ? പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോ നീ കലിപ്പിട്ട് പോകുന്ന കാണാമല്ലോ. എന്റെ സ്ഥായി പാവോ സാറേ? എന്റെ സ്ഥായി പാപം ഞാൻ ഞെരടിയാൻ വിടും. സാർ എന്തുമാത്രം പേടിച്ചെന്ന് നിനക്ക് അറിയാവൂടാ? ഈ സാറ് മടങ്ങി നാരങ്ങാവോ? നാരങ്ങ വെള്ളോ? മനുഷ്യൻ ഇവിടെ കേസ് അന്വേഷിച്ച് പൊരുവേലത്ത് നടന്ന് നെഞ്ച് കീറി നിന്നോ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ നിനക്ക് നാരങ്ങ വെള്ളം കുറിച്ച് സൂക്ഷിക്കണം അല്ലേടാ? എനിക്കല്ല സാറേ നാരങ്ങ വെള്ളം, നിങ്ങൾക്ക്. ഈ 4 പേരുടെ പൈസ ആരടാ? നിന്റെ അച്ഛൻ കൊടുക്കും. ഇതെന്റെ കടയാ സാറേ. ഓഹോ. എനിക്ക് അവോഗാഡോ. എനിക്കൊരു ചിക്കു ഷേക്ക്. എന്തുവാടേ ഇത്? ഞാനും ഒരു മനുഷ്യനാ കേട്ടോ. എനിക്കും ദാഹമൊക്കെ ഉണ്ട്. എനിക്കിവിടെ കുന്തപ്രാണ്ടിയുടെ പേര് പറയാം, എനിക്കറിയത്തില്ല എന്റെ പേരൊക്കെ. സാറിനൊരു മൊയ്ത്തോ. മൊയ്ത്തോളാൻ. നിന്റെ അടുത്തൊന്നും ഞങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം അറിയാം. തോക്കിന്റെ കാര്യമല്ലേ സാറേ? അത് തനിക്കെങ്ങനെ അറിയാം? അതൊക്കെ രാവിലെ നമുക്ക് ക്ലൂ കിട്ടിയായിരുന്നു സാറേ. എന്നിട്ട് എന്താണോ പറയാഞ്ഞത്? സാറേ അത് പറയാൻ വേണ്ടിയിട്ടാ രാവിലെ തൊട്ട് പുറകെ നടക്കുന്നേ. എങ്ങനെങ്കിലും ധൈര്യം സംഭരിച്ച് പറയാൻ വരുമ്പോ സാറ് നോക്കിയിട്ട് പോകുമെന്ന് പറയും. എന്നാ പറ സാറേ അതൊരു പെണ്ണാ സാറേ. കണ്ടോ ഇപ്പൊ അത് കൺഫേം ആയില്ലേ? അവളെ എടുത്തത് ഇപ്പൊ അത് കൺഫേം ആയില്ലയോ? മനസ്സിലായോ നിങ്ങൾക്ക്? അതറിയാലോ, അതറിഞ്ഞോണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. പറ സാറേ അവളൊരു പൊട്ടിപ്പെണ്ണാ, അവളെ കൊണ്ട് ചെയ്യിച്ചതാ. ആര്? അവനിപ്പോ എവിടെ ഉണ്ട്? അവനിപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. പക്ഷെ അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലം എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. ഓക്കേ, ലെറ്റ്സ് ഗോ. ജ്യൂസ് കിട്ടിയില്ല. എടോ ഒരു ഉത്തരവാദിത്തം കാണിക്കണോ നീയൊക്കെ ഡിപ്പാർട്ട്മെന്റിന്? ഒരു ഉത്തരവാദിത്തം കാണിക്കുക. പോലീസുകാരെ പെട്ടെന്ന് എടുക്കാൻ പറ. അവനിവിടെ കാണാതിരിക്കത്തില്ല സാറേ. എന്തുവാടാ ഇത്? അവൻ്റെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഗോഡൗണാണ്. ഓ, അവൻ പണിയെടുത്ത് ജീവിക്കുന്നവനാ. അല്ല സാറേ, അവൻ ഇതിൻ്റെ മറയിൽ വേറെ പരിപാടിയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് തെറ്റിയത്. നന്നായി. എന്തൊക്കെ പരിപാടിയായാലും അവൻ്റെ എല്ല് ഞാനും നൂറ്. സാറിനെ അവിടെ കാര്യം നീ നോക്കിക്കോണം. എനിക്ക് കൈ തരിക്കുന്ന അടി ഉണ്ടാക്കാൻ വാ 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 വാ
കൈയാടോ പിടിച്ച്. സാറ് സുമേഷ് എന്തി? എന്തോ സുമേഷെ കാണിച്ചത്? സുമേഷെ എന്തോ ഈ കാണിച്ചതെന്ന്? സുമേഷേ സാറേ എന്താ കാണിച്ചത്? സാറേ എൻ്റെ ശരീരം നൊന്ത എൻ്റെ തന്തയായാലും ശരി ഞാൻ അടിച്ചു പൊട്ടിക്കും സാറേ. എനിക്ക് പേടിയാവുന്നു സാറേ. അമ്മ ഇനി തിരിച്ചു വന്ന് ഞാൻ അടിക്കും. ഇല്ല, അവനൊന്നും ചെയ്തില്ല കേട്ടോ. പുറമോട്ടെ അവ ഉറങ്ങാൻ വന്നേന്ന് തോന്നുന്നു. ചാടി ബാ. മാട്ടനടിയാ മാട്ടനടിയാ. ആരാ മട്ടനടി? ഇത്ര ആയതുള്ളൂ. മട്ടനടിയൊന്നുമില്ല. അവരുടെ മുട്ടനടിയാന്നാണ്. കൊല്ലസംഘം. കൊള്ളസങ്കറോ? കൊല്ലസംഘമല്ല, കൊല്ലസംഘം. ആ എന്നാ പതുക്കെ പാ. എനിക്ക് പേടിയാ മാഡം. എനിക്ക് പേടിയാ മാഡം. ശരീരം നൊന്നിട്ടാ മാഡം. ചെറുതായിട്ട്. മാഡം അയ്യോ പേടിയാ. ഇനി തിരിച്ചു വരുമോ അവൻ? അയ്യോ, ഇത് നമ്മുടെ പോലീസുകാരനെ കിഴങ്ങന്മാരാടാ പോയി. ഇത് മൊത്തം മൃഗാണ്ടി പിള്ളേരെ അടിച്ചിടാൻ മതി അവർക്ക്. കാണാനേ ഉള്ളൂ ബൃങ്ങാണ്ടി പിള്ളേർ. ഇമാർ ഏതാ ടീമെന്നറിയാം? ഡേഞ്ചർ ബോയ്സ് ആണോ? അവര് നല്ല രീതിയാണല്ലോ. അവര് ഡേഞ്ചർ. പോലീസാടെ മയത്തിലൊക്കെ ഒന്ന് അടിക്കടേ. അയ്യോ അയ്യോ, പിന്നെ ഞാൻ എനിക്ക് ഇവിടെ കിട്ടി കേട്ടോ. എനിക്ക് പൊട്ടനായിരുന്നു ഞാൻ.
പാട്ടികളെ അയ്യോ അയ്യോ എന്റെ 2 രൂപയ്ക്ക് പോയി. എന്താടാ സറണ്ടർ സാറേ. അതിസാഹസികമായ ഏറ്റുമുട്ടലിനൊടുവിൽ തോക്കുകൊണ്ട് കടന്നു കളഞ്ഞ പ്രതികളെ SI OK ക്ലാഡ്സണും സംഘവും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതെ പൊടിച്ചങ്ങടങ്ങ് കേട്ടോ. ഇതിൻ്റെ പകുതി ക്രെഡിറ്റും എനിക്കുള്ളതാണ്. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ തോക്ക് മറന്നു വെച്ചത് കൊണ്ടല്ലയോ ഇങ്ങനെയൊക്കെ വന്നത് അല്ലയോ? എന്നെ ആവശ്യമില്ലാത്തൊന്നും ഓർമ്മിപ്പിക്കല്ലേ നീ. സാറേ കൺഗ്രാചുലേഷൻ ക്ലാഡ്സൺ. മീഡിയ മൊത്തം SIയുടെ വീരകഥകൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. നിങ്ങൾ പിടിച്ചിരിക്കുന്ന ചെറിയ പുള്ളികളൊന്നുമല്ല, ഒരു വാണ്ടഡ് ലിസ്റ്റിലുള്ള പ്രതികളാണ്. ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുക സാറേ. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് വ്യക്തമായത് സർവീസ് ഗൺ ഉപയോഗിച്ച് ആരെയോ കൊലപ്പെടുത്തിയ ശേഷം നമ്മുടെ ഏതോ പോലീസുകാരൻ്റെ തലയ്ക്ക് വെച്ച് കെട്ടുള്ള പരിപാടിയായിരുന്നു. ആരാണ് എന്തുവാണെന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ചോദ്യം ചെയ്യൽ എന്തായാലും തുടരുന്നുണ്ട്. പക്ഷേ അവരൊന്നും അത്ര ഡേഞ്ചർ അല്ലടോ. അവളുടെ ഒരു ബ്രദറുണ്ട്, അവനെ നമുക്ക് പോക്കണം. ഓക്കെ സാറേ, താങ്ക് യു സോ മച്ച്. ദെൻ എനിവേ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിയിക്കാം. ഓക്കെ. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ എൻ്റെ കാര്യം കൂടെ പറയണം. എനിക്കൂടെ കുറച്ച് ക്രെഡിറ്റ് ഇരിക്കട്ടെ. പറയുന്നുണ്ട് സാറേ. സാറേ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ടേ. സാറേ എൻ്റെ സിസ്റ്റർ മിസ്സിംഗ് ആണ് സാറേ. സാറേ എടോ അവിടെ പോയി എന്തെങ്കിലും പരാതി കൊണ്ട് എഴുതി കൊടുക്കുക കേട്ടോ, ഞങ്ങൾ അന്വേഷിക്കേ കേട്ടോ. ഓക്കെ. ഓ സാറ് വിളിക്കുന്നുണ്ട്. സാറേ പറ സാറേ. അവൻ തൻ്റെ സർക്കിളിൽ തന്നെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്യാം. താനൊന്ന് ചെക്ക് ചെയ്തത്. ഓക്കെ ഉറപ്പായിട്ടും സാറ് ഡീറ്റെയിൽ അയച്ചോ. ഇനി അടുത്ത പൊല്ലാപ്പ്. എടോ എന്ത് ചെയ്യണോ? ആരെ സാറേ? എടോ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയവൻ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോയി.
കേസ്ലെസ് 2 hours 2 മണിക്കൂർ. എൻ്റെ പെങ്ങളെ നീ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തന്നെ കൊണ്ടെത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യും കോപ്പേ? നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണോ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മുടെ ഈ തുക്കട സ്റ്റേഷന്റെ പരിസരത്ത് ഇത്രയും വലിയ ഭീകരന്മാരാ. തോക്ക്, ബോംബ്. വന്നിപ്പോ സ്റ്റേഷനിലോട്ട് വരാൻ പോലും പേടിയാവുക. സാറേ, ഒപ്പിടാൻ വന്നായിരിക്കും സാറേ. അവൻ വന്നത് ഒപ്പിടാനാണെങ്കിൽ പോകുന്നത് നമുക്ക് പൊങ്കാല ഇടാനാ. ഏത് മെനക്കെട്ട സമയത്താണോ ഞാൻ അവരോട് പറഞ്ഞ് എന്നും വന്ന് ഒപ്പിടണോ? Super.